ബീഹാറിൽ എൻഡിഎയുടെ മഹാവിജയം നിതീഷ് കുമാറിന്റെ സദ്ഭരണത്തിന്റെയോ ബിജെപിയുടെ ഇലക്ഷൻ മാനേജ്മെന്റിന്റെയോ വിജയമായി വിലയിരുത്തപ്പെട്ടേക്കാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെ പ്രകടനം ബീഹാർ രാഷ്ട്രീയത്തിൽ മറ്റൊരു നേതാവിനെ അടയാളപ്പെടുത്തുകയാണ്. LJP RV നേതാവ് ചിരാഗ് പാസ്വാനെ. ബീഹാറിലെ ദളിത് നേതാവായിരുന്ന രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് നിലവിൽ കേന്ദ്രമന്ത്രി. 29 സീറ്റുകളിലാണ് LJP മത്സരിച്ചത്. BJPയോടും JDUവിനോടും വിലപേശി നേടിയ സീറ്റുകളാണെന്ന് പറയുന്നതാകും കൂടുതൽ ശരി. ഈ വീഡിയോ ചിത്രീകരിക്കുന്ന സമയം 21 സീറ്റുകളിലാണ് LJP സ്ഥാനാർത്ഥികൾ വിജയിക്കുകയോ ലീഡ് ചെയ്യുകയോ ചെയ്യുന്നത്. ചോദിച്ചു വാങ്ങിയ സീറ്റുകളോട് അത് നൽകിയ മുന്നണിയോട് നീതീകരിക്കുന്ന പ്രകടനം. സീറ്റ് നിർണയത്തോടെ പാതി ജയിച്ച ചിരാഗ് വോട്ടെണ്ണിക്കഴിഞ്ഞതോടെ ബീഹാർ രാഷ്ട്രീയത്തിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കുകയാണ്. 2000 രൂപം കൊണ്ട LJPയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന്. പാർട്ടി സ്ഥാപകനും അച്ഛനുമായ രാംവിലാസ് പാസ്വാന്റെ നേതൃത്വത്തിൽ 2005 നേടിയ 29 സീറ്റുകളാണ് ഇതുവരെയുള്ള ഏറ്റവും മികച്ച പ്രകടനം. അതിനോട് കിടപിടിക്കും ഇത്തവണത്തേത്. അതിനുമപ്പുറം ചിരാഗിനെ സംബന്ധിച്ച് മധുരം കൂടും ഈ വിജയത്തിന്. രാഷ്ട്രീയത്തിൽ ഇറങ്ങും മുൻപ് ചലച്ചിത്ര താരമായിരുന്നു ചിരാഗ് പാസ്വാൻ. കങ്കണ റണോത്തും ചിരാഗും കേന്ദ്ര കഥാപാത്രങ്ങളായുള്ള ചിത്രം മിലേന മിലേഹം 2011 പുറത്തിറങ്ങിയെങ്കിലും ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയമായിരുന്നു. വെള്ളിത്തിരയിൽ ശോഭിക്കാതെ പോയ മകനെ രാംവിലാസ് പാസ്വാൻ രാഷ്ട്രീയത്തിലിറക്കി. ജാമുയി മണ്ഡലത്തിൽ നിന്ന് 2014 2019 പാർലമെന്റിലെത്തിച്ചെങ്കിലും അച്ഛൻ്റെ നിഴലായി തുടർന്നു. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിരുന്നു രാംവിലാസ് പാസ്വാന്റെ മരണം. അച്ഛൻ അസുഖബാധിതനായപ്പോഴാണ് പാർട്ടി നിയന്ത്രണം ചിരാഗ് ഏറ്റെടുത്തത്. നിതീഷ് കുമാറുമായി യുദ്ധം പ്രഖ്യാപിച്ചതും ഒറ്റയ്ക്ക് മത്സരിച്ചതും പിന്നീട് NDAയിൽ നിന്ന് പുറത്തുപോയതുമെല്ലാം ചിരാഗ് പാർട്ടി അധ്യക്ഷ പദവി ഏറ്റെടുത്ത ആദ്യ കാലങ്ങളിൽ കൈക്കൊണ്ട തീരുമാനങ്ങളിൽ ചിലത് മാത്രമാണ്. പക്ഷേ ചിരാഗിനു പകരം രാംവിലാസ് പാസ്വാന്റെ സഹോദരൻ പശുപതി പരസ് പാർട്ടി പിടിച്ചെടുക്കുന്നതും കേന്ദ്രത്തിൽ മന്ത്രിയാകുകയും ചെയ്തതോടെ ചിരാഗിന് മുന്നിൽ വഴി അടഞ്ഞു എന്ന് കരുതിയവർ ഏറെയാണ്. അന്നേറ്റ തിരിച്ചടിയിൽ നിന്ന് ചിരാഗ് വമ്പൻ തിരിച്ചുവരവ് നടത്തിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെയാണ്. പാസ്വാന്റെ പാരമ്പര്യവും വോട്ട് ബാങ്കും ചിരാഗിനൊപ്പമാണെന്ന് തിരിച്ചറിഞ്ഞ BJP അദ്ദേഹത്തെ NDAയിൽ തിരിച്ചെടുത്തു. 5 സീറ്റ് നൽകി. 5ലും ജയിച്ചു. ചിരാഗ് കേന്ദ്രമന്ത്രിയായി. 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയ ചിരാഗിന്റെ LJP BJPക്ക് ഏറ്റവും മൂല്യമുള്ള സഖ്യകക്ഷിയായി മാറിയിരിക്കുകയാണ്. जिस तरीके से एक ऐतिहासिक फैसला बिहार की जनता ने NDA को एक प्रचंड जीत देकर अगले 5 साल बिहार को विकास की राह पर गति देने की सोच के साथ ये फैसला लिया है. അങ്ങനെ മൂല്യം കൽപ്പിക്കാൻ BJPക്ക് കാരണവുമുണ്ട്. JDU ഇല്ലാതെ തന്നെ NDAക്ക് കേവല ഭൂരിപക്ഷത്തിനടുത്ത് അംഗബലമുണ്ട്. BJPയുടെയും LJPയുടെയും MLAമാർ ചേർന്നാൽ 110 മുകളിൽ വരും. ജിതൻ റാം മാഞ്ചിയുടെ HAMഉം ഉപേന്ദ്ര കുശ്വാഹയുടെ RLMഉം ചേർന്നാൽ 120 മുകളിലും. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 122 MLAമാരുടെ പിന്തുണ. കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ ഏതു വിധേനയും ഭൂരിപക്ഷം ഉറപ്പിച്ച ചരിത്രമാണ് BJPക്ക്. കേന്ദ്രത്തിൽ JDU അനിവാര്യമായതിനാൽ BJP അത്തരമൊരു സാഹസത്തിന് മുതിരില്ലെങ്കിലും JDUവിനെ കണ്ണുരുട്ടാനുള്ള മരുന്നാണ് ചിരാഗിൻ്റെ നിയമസഭയിലെ അംഗബലം. അവിടെയാണ് മോദിയുടെ ഹനുമാൻ നിർണായകമാകുന്നത്.